ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ NIOS +2 സോഷ്യോളജിയുടെ ചാപ്റ്റർ 20 ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. അപ്പോൾ 20ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഏകദേശം 19ഓളം ചാപ്റ്റർ TMA ആയിട്ടും അതുപോലെ തന്നെയാണ് അല്ലാതെ നിങ്ങളുടെ സിലബസിലുള്ളതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ചാപ്റ്റർ 20 സോഷ്യൽ കൺട്രോൾ ആണ്. സോഷ്യൽ കൺട്രോളിന്റെ ആ ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ തന്നെ സോഷ്യലൈസേഷനും അതുപോലെ സോഷ്യലൈസേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏജൻസീസ്, അതുപോലെ സോഷ്യലൈസേഷന്റെ ബന്ധമുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തത്. ഇതിലും പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ NIOSലെ എല്ലാ കുട്ടികൾക്കും വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രദ്ധിച്ചിരിക്കുക, ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സോഷ്യൽ കൺട്രോൾ, വാട്ട് ഈസ് സോഷ്യൽ കൺട്രോൾ. സെക്കൻഡ് വൺ, ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ കൺട്രോളിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. മൂന്നാമത്തത് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തത് റോൾ ഓഫ് ഫാമിലി ആൻഡ് നൈബർഹുഡ്. പിന്നെ പതിവ് പോലെ എക്സ്ട്രാ ഓൺവേർഡ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കിതിൽ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒരു ടോപ്പിക്കാണ്, വിഷയമാണ് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മൾ ആധികാരികമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ അങ്ങനെ ഇയേഴ്സ് ഇല്ല. നമ്മുടെ ഹിസ്റ്ററി ആണെങ്കിൽ നമുക്ക് ഒരുപാട് വർഷങ്ങളുണ്ട്. അതുപോലെ കുറെ ഭരണകർത്താക്കന്മാരുടെ പേര് പഠിക്കാനുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒരു നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ സോഷ്യോളജി സമീപിക്കുകയാണെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വിഷയം തന്നെയാണ്. അപ്പൊ നന്നായിട്ടൊന്ന് പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ല എങ്കിലും ജസ്റ്റ് ഒന്ന് വായിക്കുന്ന കുട്ടികൾക്കും ആ ടോപ്പിക്ക് ബൈഹാർട്ട് ആകാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ചാപ്റ്റർ 20 സോഷ്യൽ കൺട്രോൾ. എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മെ നിയന്ത്രിക്കുക. നിങ്ങൾ ഒരാള് ഇവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ കൈ വച്ചിട്ട് നിൽക്കുക അവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ്. നീ അത് ചെയ്യരുത്, നീ അവിടേക്ക് പോകരുത് എന്നൊക്കെ നമ്മൾ പറയും. അത് എടുക്കരുത് എന്നൊക്കെ പറയുന്നത് എല്ലാം എന്താണ്? കൺട്രോൾ ചെയ്യുകയാണ്. ഒരു പാരന്റ് തന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. കുഞ്ഞു ബേബീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, ഇഴഞ്ഞൊക്കെ പോകുന്ന പ്രായത്തില് അവർ ചെന്ന് ചൂടുള്ള വസ്തുക്കളിലൊന്നും പിടിക്കാതിരിക്കാനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യും, അല്ലെ? അത് നമ്മൾ കണ്ടു. അതുപോലെ സൊസൈറ്റിയിലും നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആരാണ്? സൊസൈറ്റി. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിലെ ഓരോ വ്യക്തികളെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സമൂഹം നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നുണ്ട്. അത് ആ കൺട്രോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ നമ്മൾ ചെയ്യില്ല, അല്ലെ, അതൊന്നും പറയാനായിട്ട് നമുക്ക് കഴിയുകയില്ല. നമ്മൾ അങ്ങനെ എന്താണ് നമുക്ക് തന്ന ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ കൺട്രോൾ, അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ വരുത്തുന്ന എല്ലാ നിയന്ത്രണങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. സമൂഹത്തിലെ വ്യക്തികളെ നിയന്ത്രിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. സമൂഹത്തിലെ വ്യക്തികൾ എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരെ നമ്മെ എന്ത് ചെയ്യണം? നിയന്ത്രിക്കുകയാണ്. എങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്? ഓരോ ലോസിലൂടെ നിയന്ത്രിക്കാം. ലോ എന്ന് പറയുമ്പോൾ നിയമങ്ങളിലൂടെ നമ്മെ എന്ത് ചെയ്യാം? നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറിനെ, അല്ലെ, ഒരാൾ ആൽക്കഹോളിസ്റ്റ് ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരാൾ നല്ല പോലെ മദ്യപിച്ച് റോഡിൽ ഇങ്ങനെ കിടക്കുന്ന ടൈമിൽ ആ വ്യക്തിയെ എന്ത് ചെയ്യുന്നുണ്ട്? പോലീസ് വന്നു എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുന്നുണ്ട്, അല്ലെ? അയാളുടെ പെരുമാറ്റത്തെ എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ ആ പെരുമാറ്റത്തെ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഓർഡർ, സാമൂഹ്യക്രമം നിലനിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ വാല്യൂസ് ആൻഡ് മോറൽസ് എന്ന് പറയുമ്പോൾ ധാർമ്മികത, അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഉയർത്തിപ്പിടിക്കുന്നു. ഇതെല്ലാം സോഷ്യൽ കൺട്രോൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതെന്ന് പറയുന്ന ഔപചാരികവും ആകാം, അനൗപചാരികവും ആകാം. ഔപചാരികവും ആകാം, അല്ലെങ്കിൽ ഫോർമലും ആകാം, ഇൻഫോർമലും ആകാം. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ വ്യക്തികളെ നിയന്ത്രിക്കുന്ന ഒന്നാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ഇതുണ്ട്, ഇല്ലേ? നമ്മെ കൺട്രോൾ ചെയ്യുന്നില്ലേ? പല കാര്യങ്ങളില്, പല സാഹചര്യങ്ങളില് നമ്മൾ നിയന്ത്രണങ്ങൾക്ക് വിധേയരാണ്. നാം എന്തിന് വിധേയരാണ്? ഓരോ നിയന്ത്രണങ്ങൾക്കും വിധേയരാണ്. വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു. സോഷ്യൽ ഓർഡർ എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്നു. സോഷ്യൽ ഓർഡർ എന്ന് പറയുമ്പോൾ സാമൂഹ്യക്രമം നിലനിർത്തുന്നുണ്ട്. മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മോറൽസും വാല്യൂസും എന്ത് ചെയ്യുന്നുണ്ട്?
ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പിന്നെ ഫോർമൽ ആകാം, ഇൻഫോർമൽ ആകാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് സൊസൈറ്റി ജീവിക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചു കഴിഞ്ഞാലും അതിലൊരു കൺട്രോൾ ഉണ്ട്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കണം. അതെന്താണ്? സൊസൈറ്റിയിലുള്ള ഒരു ലോസ് ആണ്, അല്ലെ? അത് സൊസൈറ്റിയിലുള്ള ഒരു ലോ ആണ്, ഒരു നിയമമാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പൊ അത് നമ്മളിലേക്ക് വരുന്ന ഒരു കൺട്രോൾ ആണ്, അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? നമുക്ക് ഹെൽമെറ്റ് വയ്ക്കുന്ന കാര്യം, അതുപോലെ തന്നെ ഡ്രഗ്സ് അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാര്യം, ഇതെല്ലാം എന്താണ്? നമ്മെ കൺട്രോൾ ചെയ്യുന്നതാണ്. സൊസൈറ്റിയിൽ നമ്മെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് സോഷ്യൽ കൺട്രോൾ എന്ന്. 2 മാർക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ കൺട്രോൾ, വാട്ട് യു മീൻ ബൈ സോഷ്യൽ കൺട്രോൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലെ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ വ്യക്തികളെ കൺട്രോൾ ചെയ്യുന്ന എന്താണ് സിസ്റ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാകാം? ഇൻഫോർമൽ ആകാം, ഫോർമൽ ആകാം. അതുപോലെ പീപ്പിൾസിന്റെ വാല്യൂസിനെയും അതുപോലെ തന്നെ എന്താണ് ബിഹേവിയറിനെയും മോറൽസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോളിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഫാക്ടേഴ്സ്? കുറെ എന്തുണ്ട്? ഘടകങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. എല്ലാ സമൂഹത്തിലും, അല്ലെ, സമൂഹത്തിലെ എല്ലാ സമൂഹത്തിലും ചില അംഗീകരിക്കപ്പെട്ട പെരുമാറ്റ രീതികളും മാനദണ്ഡങ്ങളും ഉണ്ട്, അല്ലെ? എല്ലാ സമൂഹത്തിലും എടുത്താൽ നമ്മളെ ഇവിടത്തെ പോലെ തന്നെയാണ് വേസ്റ്റ് ഇടരുത്, അല്ലെങ്കിൽ വേസ്റ്റ് ഇട്ടാൽ പണിഷ്മെന്റ് ഉണ്ട് എന്ന് നമ്മുടെ നാട്ടിൽ മാത്രമാണോ? ഇല്ല, കാനഡയിൽ കാണും, അല്ലെ? ഉണ്ട്, അല്ലെ? അമേരിക്കയിലുണ്ട്, മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇങ്ങനെയുള്ള കുറെ സിസ്റ്റംസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? പെരുമാറ്റ രീതി, മനുഷ്യന്റെ പെരുമാറ്റമാണ് അവിടെ ചൂണ്ടിക്കാട്ടിക്കുന്നത്, അല്ലെ? പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? സൊസൈറ്റിയിൽ ഇവിടെ ചപ്പ് ചവറുകൾ ഇടരുത് എന്ന് പറയുന്നിടത്ത് തന്നെ എന്ത് ചെയ്യും? അവിടെ തന്നെ കൊണ്ടിടും. അപ്പൊ സൊസൈറ്റി നമ്മെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എല്ലാ സമൂഹങ്ങളിലും അംഗീകരിക്കപ്പെട്ട എന്തുണ്ട്? പെരുമാറ്റ രീതികളും അതുപോലെ തന്നെ മാനദണ്ഡങ്ങളും ഉണ്ട്. പിന്നെ സമൂഹത്തിൽ എന്താണ്? പീപ്പിൾസിനെ അല്ലെങ്കിൽ അംഗങ്ങളെ എന്ത് ചെയ്യും? അനുസരിക്കും എന്ന് പ്രതീക്ഷിപ്പിക്കപ്പെടുന്നത്. അതായത് നമ്മളെ കൊണ്ട് നമ്മളെ എന്ത് ചെയ്യും? നിയമങ്ങളിലൂടെ നമ്മളെ അനുസരിപ്പിക്കും, അല്ലെ? അനുസരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവയാണ് ഈ നിയന്ത്രണങ്ങൾ. ഇങ്ങനെ കുറെ നിയന്ത്രണങ്ങൾ വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അംഗീകരിക്കും, അല്ലെങ്കിൽ എന്താ? നമ്മൾ അനുസരിക്കും എന്ന് പറയുന്നതാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയ സമൂഹത്തിലെ അംഗങ്ങളെ അനുസരിപ്പിക്കാൻ കഴിയും. സമൂഹത്തിലെ അംഗങ്ങൾ എന്ത് ചെയ്യും? ഈ നിയമത്തിലൂടെ അനുസരിപ്പിക്കാൻ കഴിയില്ലേ? ഇരുന്നിട്ട് പോലും ഹെൽമെറ്റ് വയ്ക്കുന്നവരുണ്ട്, അല്ലെ? ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും എന്ത് ചെയ്യുന്നുണ്ട്? ബൈക്കില് എന്താണ് സ്ലോ ചെയ്ത് പോകുന്നവരുണ്ട്. എന്തിനാണ്? അവർ പേടിച്ചിട്ടാണ്, അല്ലെ? എന്തിനെ? സൊസൈറ്റിയിലെ ഈ ഒരു കൺട്രോളിനെ എന്ത് ചെയ്യുന്നു? മാനിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. മനസ്സിലാവുന്നത്? അതാ പറയുന്നത്, സമൂഹത്തിലെ അംഗങ്ങൾ അനുസരിക്കും എന്ന് പ്രതീക്ഷയോടെയാണ് എന്ത് പോകുന്നത്? ഈ നിയന്ത്രണങ്ങൾ പോകുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത്, പെരുമാറ്റ നിയമങ്ങൾക്ക് വഴങ്ങുന്നതിന് അംഗങ്ങളുടെ മേൽ ചില സാമൂഹ്യ സമ്മർദ്ദങ്ങൾ ചെലുത്താറുണ്ട്. അതായത് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യമാണ്. ഹെൽമറ്റ് വയ്ക്കാത്തവർക്ക് എന്ത് കൊടുക്കും? പിഴ കൊടുക്കും. അത് അവർ ആഗ്രഹിക്കുന്നതല്ല, അതൊരു പ്രഷറാണ്. അടുത്ത തവണയെങ്കിലും എന്ത് ചെയ്യണം? ഹെൽമറ്റ് വെച്ചിട്ടാണ് വരാൻ എന്നുള്ള ഒരു വാർണിംഗ് ചെയ്ത് വിടുന്നതാണ്. അതാ പറഞ്ഞത്, ചിലപ്പോൾ സോഷ്യൽ കൺട്രോൾ എന്താവാം? സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴിയൊരുക്കാം. സാമൂഹ്യ സമ്മർദ്ദങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ കുറച്ചുകൂടെ പ്രഷർ ചെയ്യുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചുകൂടെ അവരെ എന്ത് ചെയ്യും? സമ്മർദ്ദിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് പ്രഷർ ചെയ്യിക്കുക. അപ്പൊ ഒന്നുകൂടെ എല്ലാ സമൂഹത്തിലും എന്തുണ്ട്? സോഷ്യൽ കൺട്രോൾ ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ്, എല്ലാ സമൂഹത്തിലും, എല്ലാ സൊസൈറ്റിയിലും എന്തുണ്ട്? സോഷ്യൽ കൺട്രോൾ ഉണ്ട്. രണ്ടാമത്തത്, സമൂഹത്തിൽ എന്ത് ചെയ്യും? അംഗങ്ങൾ, അല്ലെ, സമൂഹത്തിലെ പീപ്പിൾസ് അനുസരിക്കും, അല്ലെ? അനുസരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നടത്തുന്ന നിയന്ത്രണത്തെയാണ് എന്ത് വിളിക്കുന്നത്? സോഷ്യൽ കൺട്രോൾ. അനുസരിപ്പിക്കാൻ കഴിയും ഒരു പരിധി വരെയെങ്കിലും. എന്ത് ചെയ്യും? ഇപ്പോ ഹെൽമെറ്റ് വെച്ച് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഓടുന്നുണ്ട്. എല്ലാവരും എന്നല്ല, കുറച്ചു പേരെങ്കിലും. മനസ്സിലായി? അപ്പൊ അത് അവരെ അനുസരിപ്പിച്ചത് കൊണ്ടല്ലേ. വയ്ക്കാത്തവർ പോലും ഇപ്പൊ എന്ത് വയ്ക്കുന്നുണ്ട്, അല്ലെ? സമൂഹത്തിലെ കുറച്ച് ഓർഡേഴ്സ് അവർ എന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ്? ചിലപ്പോൾ എന്താണ്? ചില പെരുമാറ്റങ്ങൾക്ക്, നിയമങ്ങൾക്ക് വഴങ്ങുന്നതിന് അവരെ കൊണ്ട് എന്ത് ചെയ്യും? വയ്പ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ചില സമ്മർദ്ദങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ കൊടുക്കേണ്ടതായിട്ട് വരും. പ്രഷർ എന്ന് പറയുമ്പോൾ ഇപ്പോ ഹെൽമെറ്റ് വയ്ക്കാത്തവരാണെങ്കിൽ അവരെ എന്ത് ചെയ്യും? നമ്മൾ പിഴ എന്ത് ചെയ്യും? ഫൈൻ ഈടാക്കും, അല്ലെ? മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരതിന് ആ ടെസ്റ്റിന് വിധേയക്കും, അല്ലെങ്കിൽ ആ പരിശോധിക്കും, അല്ലെ? ഊതി ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ടെസ്റ്റിന് എന്ത് ചെയ്യും? അവരെ വിധേയമാക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ എന്ത് ചെയ്യും? സമൂഹത്തിൽ എന്തുണ്ടാകും? സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം ഉണ്ടാകും. ഇത് മനസ്സോടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി തന്നെ ചെയ്യും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഒരു സ്വയം നിയന്ത്രണവുമാണ്. ചിലവർ എന്ത് ചെയ്യും? ചിന്തിക്കും,
സൊസൈറ്റിയിൽ ഈ റോള് വച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണ് നല്ലത്, സ്വയം നിയന്ത്രണമാണ് അല്ലെ, എനിക്കാണ് നല്ലത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ എന്റെ തലയ്ക്കൊന്നും സംഭവിക്കില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഹെൽമെറ്റ് വയ്ക്കാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അതാണ് സ്വയം നിയന്ത്രിക്കുന്നതുമാകാം, മറ്റുള്ളവർ നിയന്ത്രിക്കുന്നതുമാകാം. മനസ്സിലായോ? ഞാൻ പറഞ്ഞൊരാളെ ഹെൽമെറ്റ് വയ്പ്പിച്ചാൽ ഞാൻ സമ്മർദ്ദം കൊണ്ട് അയാളെ കൊണ്ട് ഹെൽമെറ്റ് വയ്പ്പിച്ചതാണ്. എന്നാൽ അയാൾ സ്വയം വച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, സ്വന്തമായിട്ടുള്ള സ്വയം നിയന്ത്രണമാണ്. മനസ്സിലായോ? സ്വയം നിയന്ത്രണമാണ്. ചിലവർ കണ്ടിട്ടില്ലേ, കറക്റ്റായിട്ട് ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് പോകുന്നവർ കാണും ഇല്ലേ, അല്ലെ? അതൊക്കെ എന്താണ്, സമൂഹത്തിലെ ഒരു നിയന്ത്രണം തന്നെയാണ്. ഇനി അടുത്തെന്താണ്, വ്യക്തികളോട് വ്യക്തികൾ ഇണങ്ങുന്ന മനസ്സാലാണ്. ചിലപ്പോ എന്താ സംഭവിക്കുന്നത്, ഇപ്പം ഈ ഒരു പോലീസുകാരൻ എന്ത് ചെയ്യുന്നുണ്ട്, പിഴ ഈടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മനസ്സില്ലാ മനസ്സോടെയല്ലേ അവിടേക്ക് പോകുന്നത്. ആരെങ്കിലും എനിക്ക് പിഴ ഈടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവോ? ഇല്ല. അതാ പറഞ്ഞ വ്യക്തികളോട് ഇണങ്ങുന്നത് മനസ്സാലാണ് അല്ലെ. മനസ്സാലാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ചിലപ്പോൾ മനസ്സില്ലാ മനസ്സോടെ പോകാം, എനിക്ക് പിഴ ഇപ്പൊ ഈടാക്കും എന്നുള്ള ചിന്തയിലാണ്. ചിലവർ എങ്ങനെയാണ്, മനസ്സാലാണ്, എനിക്ക് ഇപ്പോ എന്ത് കിട്ടും, പിഴ കിട്ടും. ചിലപ്പോൾ എന്ത് ചെയ്യും, സമൂഹത്തിൽ ഞാൻ തന്നെ എന്ത് ചെയ്യണം, ഇതൊക്കെ അംഗീകരിക്കണം, അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ അംഗീകരിക്കണം, ഹെൽമറ്റ് വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യും, തോന്നുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും, അത് മനസ്സാൽ നേടിയെടുക്കുന്ന കൺട്രോളാണ്, സോഷ്യൽ കൺട്രോളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത്, സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി സാമൂഹിക നിയന്ത്രണം മാറ്റം വരാം അല്ലെ. സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെ, പണ്ടൊന്നും ഇത്രയ്ക്കും ഇങ്ങനെ ട്രാഫിക് വയലൻസിന് വേണ്ടി പോലീസുകാരൊന്നും ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു മുമ്പ്. ഇപ്പൊ എന്ത് ചെയ്യും, കുറച്ചുകൂടെ കർശനമായി. എന്തുകൊണ്ടാ, വർദ്ധിച്ചു വരുന്ന ആക്സിഡൻസ് അല്ലെ, വർദ്ധിച്ചു വരുന്ന ആക്സിഡൻസ്, അതുപോലെ തന്നെ അപകടങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, വയലേഷൻ അല്ലെ, ട്രാഫിക് റൂൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും കൂടുതലായിട്ട് അവര് കൊണ്ടുവരികയാണ്. അതാ ഇവിടെ പറഞ്ഞ്, സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി സാമൂഹ്യ നിയന്ത്രണത്തിനും മാറ്റം സംഭവിക്കുന്നു. സമൂഹത്തിൽ നിയന്ത്രണത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം സംഭവിക്കുന്നു. ധാരാളം സാമൂഹ്യ നിയന്ത്രണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. മനസ്സിലായോ? ഓരോ ദിവസവും അല്ലെ, നമുക്കറിയാം സ്കൂളിലും കോളേജിലുള്ള കുട്ടികളൊക്കെ എന്താണ്, യൂണിഫൈഡ് ആണ്. അതൊരു സൊസൈറ്റിയിലെ ഒരു ഫാക്ടറാണ്. അത് ഇടാത്ത പക്ഷം അവരെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആര് കൺട്രോൾ ചെയ്യും? ടീച്ചേഴ്സ് അല്ലെങ്കിൽ സാർസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് പറയുന്നുണ്ട്, നാളെ വരുമ്പോൾ എന്ത് ചെയ്യണം, യൂണിഫോം ഇട്ടിട്ട് വേണം. അപ്പൊ അത് മനസ്സോടെ ആണെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി അവർ ചെയ്യും ഇല്ലേ. ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോഷ്യൽ കൺട്രോൾ ആണ്, അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണമാണ്. ഇനി ഈ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ചെറുതാണോ വലുതാണോ, ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അല്ലെ, അതെങ്ങനെയാണ്, വലുതാണ്. അതിന്റെ വ്യാപ്തി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം, വലുതാണ്, വിലമതിക്കാനാവാത്തതാണ്, ഒരുപാട് എന്താണ്, നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. മനസ്സിലാവുന്നുണ്ടോ? വിലമതിക്കാനാകാത്തതാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, എല്ലാ സമൂഹത്തിലും എന്തുണ്ട്, പെരുമാറ്റ രീതികളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. എല്ലാ സമൂഹത്തിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മാത്രമാണോ? അല്ല, എല്ലായിടത്തും എന്തുണ്ട്, പെരുമാറ്റ രീതികളും അതുപോലെ മാനദണ്ഡങ്ങളും നമ്മുടെ മൂല്യങ്ങളും അതുപോലെ മോറൽസും ഒക്കെ ഉണ്ടായിരിക്കും. ഈ അംഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അനുസരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവയാണ് ഈ നിയന്ത്രണങ്ങൾ. ചിലവർ അത് എന്ത് ചെയ്യും, അനുസരിക്കാം അല്ലെ. പെരുമാറ്റ നിയമങ്ങൾക്ക് വഴങ്ങുന്നതിന് അംഗങ്ങളുടെ മേൽ ചില സാമൂഹ്യ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട്. ചിലവരോട് നമ്മൾ എന്ത് ചെയ്യും, സമ്മർദ്ദം, നീ ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യും, സമ്മർദ്ദം ചെലുത്തുകയാണ് അല്ലെ. ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ അല്ലെ. പറയില്ലേ, ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, ഇതിനെ അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു തരം സമ്മർദ്ദങ്ങൾക്ക് അവർ വിധേയപ്പെട്ട് മനസ്സോടെ എന്ത് ചെയ്യും, അവിടെ നിന്ന് വണ്ടി മാറ്റും. ഇതും ഒരു സോഷ്യൽ കൺട്രോൾ ആണ്. വ്യക്തികളോട് ഇടപഴകുന്നത് എങ്ങനെയാണ്, മനസ്സാലാണ്. ചിലപ്പോ സ്വന്തം മനസ്സുകൊണ്ട് തന്നെ തോന്നി പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, അടുപ്പത്തിലാവുകയാണ് അല്ലെ. കുറച്ചുകൂടെ എന്ത് ചെയ്യും, മനസ്സാലാണ് ഇടപഴകുന്നത്. ഇനി സമൂഹത്തിൽ വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം സംഭവിക്കുന്നു. സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തികൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ലോസും അല്ലെങ്കിൽ റൂൾസും ഒക്കെ മാറുന്നുണ്ട്. വിലമതിക്കാനാകാത്തതുമാണ്. 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഔപചാരികവുമാകാം, അല്ലെങ്കിൽ അനൗപചാരികവുമാകാം. എന്താണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ? ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ വിശ്വാസം അല്ലെ, വിശ്വാസം, അതുപോലെ തന്നെ പ്രതിഫലം, ശിക്ഷ, ജനങ്ങളുടെ രീതികള്, നാട്ടുനടപ്പ് രീതികൾ, സമ്പ്രദായങ്ങൾ, കലയും സാഹിത്യവും, വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, പൊതുജനാഭിപ്രായം, സാമൂഹ്യ ആദർശങ്ങൾ. ഒന്നുകൂടെ എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഏതൊക്കെയാണ് വരുന്നത്? ഇൻഫോർമൽ ആണ്. വിശ്വാസം വരാം,
പ്രതിഫലം വരാം, ശിക്ഷ വരാം, ജനങ്ങളുടെ രീതികൾ വരാം, നാട്ടുനടപ്പ് രീതികൾ, സമ്പ്രദായങ്ങൾ, കലയും സാഹിത്യവും, വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, പൊതുജന അഭിപ്രായം, പിന്നെ സാമൂഹ്യ ആദർശം. ഇനി ഓരോന്നാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് വിശ്വാസം. ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ് വിശ്വാസം. ഒരു വിശ്വാസം. പീപ്പിൾസ് എന്ത് ചെയ്യില്ല, തെറ്റ് ചെയ്യില്ല. അവരെന്താണ്, ഒരു വിശ്വാസത്തിന് അടിസ്ഥാനപ്പെട്ട് എന്ത് ചെയ്യും, പോകുന്നുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരെ ചിന്താഗതികളൊക്കെ എന്താണ്, നമ്മൾ ചിന്തിക്കും, അവർ ട്രാഫിക് വയലേഷൻ എന്ത് ചെയ്യില്ല, വയലേറ്റ് ചെയ്യില്ല, ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്യില്ല എന്നൊരു വിശ്വാസം അല്ലെ. ആ ഒരു വിശ്വാസത്തിൽ എന്ത് ചെയ്യും, നമ്മള് ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് വരെ നടിക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ വിചാരിക്കും ആ കുട്ടി ഇപ്പോ സ്പീഡ് കുറച്ച് പോകുമായിരിക്കും. അതാ നമ്മൾ അവരിൽ കൊടുക്കുന്ന ഒരു വിശ്വാസമാണ്. ഇനി പ്രതിഫലം. പ്രതിഫലം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, ഇപ്പോ നല്ലതായിട്ട് ട്രാഫിക് റൂൾസ് ഒക്കെ പാലിച്ചു പോകുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, പുഞ്ചിരിയുണ്ട് അല്ലെ, പുഞ്ചിരി കൊടുക്കാം. ഒരാള് ആക്സിഡന്റ് എടുത്തുകൊണ്ട് പോയ ആൾക്ക് നമുക്ക് എന്ത് കൊടുക്കാം, നീ ചെയ്ത നല്ല കാര്യമാണ്, ഒരു പ്രശംസ കൊടുക്കാം അല്ലെ, ഒരു പ്രശംസ കൊടുക്കാം. അപ്പോഴെന്ത് സംഭവിക്കാം, സോഷ്യൽ കൺട്രോൾ ഉണ്ടാകാം, പ്രശംസിക്കാം അല്ലെ. സമൂഹത്തിൽ അങ്ങേയറ്റം വേദനിക്കുന്നവർക്ക് ഒരു ആശ്വാസം പകരുവാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാം, ഒരു പ്രശംസ കൊടുക്കാം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എന്ത് കൊടുക്കാം, ഒന്ന് തോളത്ത് തട്ടിയിട്ട് നല്ലത് എന്ന് പറയാം. അതൊരു നമ്മൾ പ്രശംസിക്കുകയാണ്, ഒന്ന് നമ്മൾ ഗ്രീറ്റ് ചെയ്യണം അല്ലെ അവരെ, അല്ലെങ്കിൽ കൺഗ്രാറ്റ്സ് പറയുകയാണ്. അപ്പൊ അതൊരു പ്രശംസ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ്. പ്രോത്സാഹിപ്പിക്കുക അല്ലെ, പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ എന്താണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നമുക്ക് എന്ത് കൊടുക്കാം, പ്രോത്സാഹിപ്പിക്കാം. ചെയ്യുമ്പോൾ എന്ത് തോന്നും, അവർക്ക് സമൂഹത്തില് നിയന്ത്രണം ഉണ്ടാകും അല്ലെ. ഇന്ന് ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ ഒരു കുട്ടി ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങിച്ചു എന്ന് വിചാരിക്കട്ടെ. അതായത് ഒരു കുട്ടി സ്വിമ്മിങ്ങിന് ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ നീന്താൻ പോയപ്പോ ആ കുട്ടി മുങ്ങിത്താണു അല്ലെ, മുങ്ങിത്താണപ്പോ വേറൊരു കുട്ടി ആ കുട്ടീനെ വന്ന് എന്ത് ചെയ്തു, രക്ഷിച്ചു. ഒന്നും തിരിഞ്ഞു നോക്കാതെ കുളത്തിലോട്ട് എടുത്ത് ചാടി ആ കുട്ടിയെ രക്ഷിച്ചു. അപ്പൊ ആ കുട്ടിക്ക് നമ്മൾ എന്ത് കൊടുക്കും, ധീരതയ്ക്കുള്ള അവാർഡ് എന്ത് ചെയ്തു, മിനിസ്റ്റേഴ്സ് ഒക്കെ ഒന്ന് കൊടുക്കുന്നു, അതിനൊന്ന് പ്രോത്സാഹിപ്പിച്ചു. ഈ പ്രോത്സാഹനം കാണും മറ്റുള്ളവർക്ക് എന്ത് തോന്നും, ഞാൻ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്കും എന്ത് കിട്ടും, പ്രോത്സാഹനം കിട്ടും. ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇൻഫോർമൽ സോഷ്യൽ ഓർഗനൈസേഷനോട് ബന്ധം. ഇതൊക്കെ ഒരു പ്രതിഫലമാണ് അല്ലെ, കുട്ടികൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ അല്ലേ? അതായത് ആ കുട്ടിയെ എന്ത് ചെയ്തു, നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ കുറച്ചുകൂടെ എന്ത് ചെയ്തു, മോട്ടിവേറ്റ് ചെയ്തു. ആ കുട്ടിയോട് എന്ത് പറഞ്ഞു, നല്ല കാര്യമാ ചെയ്തത് എന്നെല്ലാം നമ്മൾ പറഞ്ഞു വരും. അപ്പൊ അതിലൂടെയും നമുക്ക് എന്തുണ്ടാകാം, സൊസൈറ്റിയിൽ സോഷ്യൽ കൺട്രോൾ ഉണ്ടാകാം. മനസ്സിലായി? അതിലൂടെ നമുക്ക് എന്തുണ്ടാകാം, സോഷ്യൽ കൺട്രോൾ ഉണ്ടാകാം. ശിക്ഷ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ശിക്ഷ, ഞാൻ പറഞ്ഞില്ലേ, ഫൈൻ ഈടാക്കുക അല്ലെ, അല്ലെങ്കിൽ നല്ലവണ്ണം സമൂഹത്തിലെ കാര്യങ്ങൾ ചെയ്യാതെ മോശം സ്വഭാവത്തിന് അടിമയായി നടക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ എന്ത് കൊടുക്കും, ശിക്ഷ കൊടുക്കും. സ്റ്റേഷനിൽ കൊണ്ടുപോകും, പോലീസ് ആണെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോകും. അവിടെ വെച്ച് അവർക്ക് എന്ത് ചെയ്യും, പണിഷ്മെന്റ് കൊടുക്കും. അതിലൂടെ അവരുടെ തെറ്റ് തിരുത്തി എന്തിലോട്ട് പോകും, സോഷ്യൽ കൺട്രോളിലോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ ശിക്ഷ കൊടുക്കുന്നത് എന്തിനാണ്, അവർ ചെയ്യുന്ന തെറ്റിനെ അവർക്ക് ഓർക്കാനും ഇനി ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് കൊടുക്കും, ശിക്ഷ കൊടുക്കും. ശിക്ഷ കൊടുക്കുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യും, അടുത്തത് ചെയ്യാതെ എന്ത് ചെയ്യും, സൂക്ഷിക്കും, അല്ലെങ്കിൽ അടുത്തത് ചെയ്യാതിരിക്കാനായി ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, പിന്നെ ഈ മോശം പ്രവൃത്തി ചെയ്ത വ്യക്തി അടുത്ത സൊസൈറ്റിയിൽ അത് ചെയ്യില്ല, അയാൾക്കൊരു നിയന്ത്രണം ഉണ്ടായി. മനസ്സിലായി? അതാണ് ശിക്ഷ എന്ന് പറയുന്നത്. ഇനി ജനങ്ങളുടെ രീതികൾ. ഒരു നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളുടെ രീതി ഡിഫറെന്റ് ടൈപ്സ് ആയിരിക്കാം, പലതരത്തിലായിരിക്കാം. ഇപ്പൊ എന്റെ ഒരു ബിഹേവിയർ സ്റ്റാറ്റസ് അല്ലായിരിക്കും വേറൊരാൾക്ക്, അല്ലെങ്കിൽ എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലായിരിക്കും വേറൊരാൾക്ക്. മനസ്സിലായോ? അപ്പൊ ജനങ്ങളുടെ രീതികൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം, കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ജനങ്ങളുടെ രീതികൾ വളരെ വ്യത്യസ്തപ്പെട്ടതാണ്. ഇനി നാട്ടുനടപ്പ് രീതികൾ എന്ന് പറയുമ്പോൾ എന്താണ്, സൊസൈറ്റിയിൽ ഒരുപാട് നമുക്ക് കൾച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളും നാട്ടുനടപ്പുകളുണ്ട്. ചില നാട്ടില് അവരുടെ നാട്ടുനടപ്പ് രീതികളെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം അല്ലെ. ഒരുപാട് നാട്ടുനടപ്പ് രീതി നമ്മൾ പറയും നാട്ടിൽ നടക്കുന്ന രീതികളാണ് അല്ലെ. നമ്മൾ പറയും എന്താണ് ആ നാട്ടിൽ നടക്കുന്ന രീതികൾ എന്ന് പറയുമ്പോൾ, ആ നാട്ടിലുള്ളവർ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്നത്, അല്ലെ അങ്ങനെ ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ നാട്ടുനടപ്പ് രീതികളിലൂടെ നമുക്ക് സോഷ്യൽ കൺട്രോൾ ഉറപ്പാക്കാനായിട്ടും അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് കഴിയും. നാട്ടുനടപ്പ് രീതികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം, പലതരത്തിലുള്ള ആഘോഷങ്ങൾ സംഭവിക്കുക. അപ്പൊ അതെല്ലാം റെസ്പെക്ട് ചെയ്യണം
അല്ലെ. ഇനി സമ്പ്രദായങ്ങൾ, ഒരുപാട് സമ്പ്രദായങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ജാതി വ്യവസ്ഥയായാലും പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ വളരെ കുറവാണ്. അപ്പൊ സമ്പ്രദായങ്ങൾ. കലയും സാഹിത്യവും എന്ന് പറയുമ്പോൾ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ആർട്ട് എന്ന് പറയുമ്പോൾ കല, ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ സാഹിത്യം. ഇതുവഴിയും നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നു, പലതരം കവികളും കവയിത്രിമാരും എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട് അവരുടെ റൈറ്റിംഗ്സിലൂടെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ കൺട്രോള് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, പലതരത്തിലുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് അല്ലെ. വിശ്വാസങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സാമൂഹ്യ നിയന്ത്രണം എന്ത് ചെയ്യാം, ഉറപ്പിക്കാം. പിന്നെ പൊതുജനാഭിപ്രായം, പബ്ലിക് ഒപ്പീനിയൻ അല്ലെ. പൊതുജനങ്ങൾക്ക് പല അഭിപ്രായമാണ്, പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അഭിപ്രായമല്ല ആ വ്യക്തികളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ആ വ്യക്തികളുടെ അഭിപ്രായമല്ല നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പൊ പൊതുജന അഭിപ്രായം എങ്ങനെയായിരിക്കാം, വളരെ വ്യത്യസ്തമായിരിക്കാം. സാമൂഹ്യ ആദർശങ്ങൾ, ഞാൻ കാണുന്ന വീക്ഷണകോണിൽ നിന്നല്ല വേറൊരാള് കാണുന്നത്, നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ എന്താണ് രീതികൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ സാമൂഹ്യ ദർശനങ്ങൾ അല്ലെങ്കിൽ ആദർശനങ്ങളിലൂടെയും ഇൻഫോർമൽ സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാനായിട്ട് കഴിയും. അപ്പൊ ഒന്നുകൂടെ, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, വിശ്വാസം, പ്രതിഫലം, ശിക്ഷ. വിശ്വാസം, പ്രതിഫലം, ശിക്ഷ, ജനങ്ങളുടെ രീതികള്, നാട്ടുനടപ്പ്, സമ്പ്രദായങ്ങൾ, കലയും സാഹിത്യവും, വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, പൊതുജനാഭിപ്രായം, സാമൂഹ്യ ആദർശങ്ങൾ. ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇൻഫോർമൽ സോഷ്യൽ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്നാണ്. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നിയമം വരും. നിയമം എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്കും അറിയാം, ഇന്ന തെറ്റ് ചെയ്താൽ എനിക്ക് ഇന്ന ശിക്ഷയാണ് കിട്ടുന്നത് എന്നറിയാം അല്ലേ. നമ്മൾ ഒരാളെ എന്ത് ചെയ്യുകയാണ്, അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നമ്മൾ വണ്ടി ഇടിപ്പിച്ചു പോയി. പക്ഷെ ആ വ്യക്തിയുടെ റിലേറ്റീവ്സ് കൊണ്ട് എന്ത് കൊടുക്കും, കേസ് കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ അവിടെ നമ്മൾ എന്തിനു മുമ്പിൽ പോകും, നിയമത്തിന്റെ മുന്നിൽ പോകാം അല്ലെ. അതിലൂടെ നമുക്ക് എന്തുണ്ടാക്കാം, സോഷ്യൽ കൺട്രോൾ. ഇനി ഓടിക്കുമ്പോൾ എങ്ങനെ ഓടിക്കണം, വണ്ടി സ്പീഡ് കുറച്ച് ഓടിക്കണം, അതുകൊണ്ടാണ് ആക്സിഡന്റ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു നമുക്ക് അവയർനെസ് എന്ത് ചെയ്യും, ഉണ്ടാകും. മനസ്സിലായോ. അപ്പൊ ഫോർമൽ സോഷ്യൽ കൺട്രോൾ ഏതിലാണ് വരുന്നത്, എന്തൊക്കെയാണ് വരുന്നത്, നിയമം വരും. നിയമം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് തന്നിട്ടുള്ള കുറെ ലോസ് ഉണ്ട്. ഇനി പൗരന്റെ കടമ. ഒരു പൗരനായിട്ട് നമ്മൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ പൗരന് കുറച്ച് കടമകളുണ്ട്. എന്തൊക്കെയാണ് പൗരന്റെ കടമകൾ എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും അതുപോലെ ഐക്യത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കണം അല്ലെ. നമ്മുടെ എന്താണ്, ദേശീയ പതാക എന്ത് ചെയ്യരുത്, ബഹുമാനിക്കണം. അല്ലാതെ അതിന് തറയിലിട്ട് ചവിട്ടാനൊന്നും നമുക്ക് റൈറ്റ് ഇല്ല അല്ലെ. പിന്നെ എന്താണ്, നാടിനെയും അതുപോലെ നാട്ടിലെ സംസ്കാരത്തെയും ബഹുമാനിക്കണം അല്ലെ. കൾച്ചേഴ്സ്, സാംസ്കാരിക രീതികൾ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ഇതിനെല്ലാം നമ്മൾ ബഹുമാനിക്കുക, റെസ്പെക്ട് ചെയ്യുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ. അപ്പൊ ഇതെല്ലാം എന്തുമായിട്ട് വരും, നമ്മുടെ പൗരന്റെ കടമകൾ വരും അല്ലെ. നിർദ്ദേശക തത്വങ്ങൾ അറിയാമല്ലോ അല്ലെ. അതുപോലെ എന്താണ്, പൗരന്റെ കടമകൾ വരുന്നതാണ് ഏത്, ഫോർമൽ ഓർഗനൈസേഷൻ എവിടെ വരും, പൗരന്റെ കടമകൾ. ഇനി വിദ്യാഭ്യാസം. ഒരു വ്യക്തി എത്രത്തോളം മാറ്റം അവനുണ്ട് അല്ലെങ്കിൽ അവന്റെ രീതികളിൽ മാറ്റം വരുത്തുന്നതും അതെല്ലാം അവൻ സ്വായത്തമാക്കുന്നത് എന്തിലൂടെയാണ്, എഡ്യൂക്കേഷനിലൂടെയാണ് അല്ലെ. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്ന് അല്ലെ. അപ്പൊ വിദ്യാഭ്യാസത്തിൽ വഴി സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളോട് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്യരുത് അല്ലെ, നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും, പ്രശ്നങ്ങൾ വരും, അതുപോലെ കേസിലോട്ട് അകപ്പെട്ടു പോകും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറയില്ലേ. അപ്പൊ ഈ ഒരു എന്താണ്, വിദ്യാഭ്യാസ രീതികളിലൂടെയും കുട്ടികളെ കുറച്ചുകൂടെ നമുക്ക് എന്തിലോട്ട് കൊണ്ടുവരാൻ കഴിയും, കുട്ടികളെ മാത്രമല്ല സമൂഹത്തിൽ എന്തുണ്ടാക്കാൻ കഴിയും, സോഷ്യൽ കൺട്രോൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ സോഷ്യൽ കൺട്രോൾ എങ്ങനെയാ ഉണ്ടാക്കുന്നത്, എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാക്കാം. വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരാം. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിയമം, വിദ്യാഭ്യാസം, പൗരന്റെ കടമ. ഇനി ഭീഷണി. അപ്പൊ ചിന്തിക്കും, ഭീഷണിയിലൂടെ എങ്ങനെ സൊസൈറ്റിയിൽ സോഷ്യൽ ഓർഡർ കൊണ്ടുവരാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരാള് എന്താണ്, ട്രാഫിക് റൂൾസ് ലംഘിച്ചു, അവനെ എന്ത് ചെയ്യും, 1-2 പ്രാവശ്യം പറഞ്ഞു നോക്കി, കിട്ടിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വാൺ ചെയ്യും, ഇനി മേലാൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ ഭീഷണിപ്പെടുത്തില്ലേ. അപ്പൊ ആ ഭീഷണിയിലൂടെ നമുക്ക് എന്ത് കൊണ്ടുവരാം, സോഷ്യൽ കൺട്രോൾ ഉറപ്പിക്കാനായിട്ട് കഴിയും. ഇപ്പൊ മനസ്സിലായ, ഫോർമൽ സോഷ്യൽ കൺട്രോളും പറഞ്ഞിരുന്നു, പിന്നെ എന്താണ്, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും പറഞ്ഞു. ഇപ്പൊ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിൽ എന്തൊക്കെ വരും, വിശ്വാസം, പ്രതിഫലം, ശിക്ഷ, 3 4 എന്താണ്, ജനങ്ങളുടെ രീതികൾ, 5 നാട്ടുനടപ്പ് രീതികൾ, 6 സമ്പ്രദായങ്ങൾ, 7 കലയും സാഹിത്യവും, 8 വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും, 9 പൊതുജന അഭിപ്രായം,
10 സാമൂഹ്യ ആദർശങ്ങൾ. ഇതിലൂടെ എന്താണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും ഫോർമൽ സോഷ്യൽ കൺട്രോൾ ഏതൊക്കെയാണ്? 1 നിയമം, 2 വിദ്യാഭ്യാസം, 3 പൗരന്റെ കടമ, 4 ഭീഷണി. അല്ലെ, ഭീഷണിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു വ്യക്തി ചെയ്യാതെ വരുമ്പോൾ നാം എന്ത് ചെയ്യാം? അവനെ ഇത് ഭീഷണിപ്പെടുത്തും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യൽ കൺട്രോൾ ഉറപ്പിക്കാനായിട്ട് കഴിയും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇത് ഇത്രയുമാണ് 3ാമത്തെ ക്വസ്റ്റ്യനിലുള്ളത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, റോൾ ഓഫ് ഫാമിലി ആൻഡ് നൈബർഹുഡ്. അല്ലെ, റോൾ ഓഫ് ഫാമിലി ആൻഡ് നൈബർഹുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എന്താണ് ആദ്യത്തെ ഒരു സ്കൂള് അല്ലെങ്കിൽ ആദ്യത്തെ അവന്റെ വിദ്യാഭ്യാസ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് എന്താണ്? അവന്റെ ഫാമിലി തന്നെയാണ്. അല്ലെ, ഒരു ക്വസ്റ്റ്യൻ എന്താണ്? കുടുംബത്തിന്റെയും അയൽവക്കത്തിന്റെയും പ്രാധാന്യം എന്താണ്? അല്ലെ, റോൾ ഓഫ് ഫാമിലി ആൻഡ് നൈബർഹുഡ്. നൈബർഹുഡ് എന്ന് പറയുമ്പോൾ അയൽവക്കക്കാർ, അല്ലെ അയൽപക്കം. അല്ലെ, നൈബർഹുഡിന്റെ പ്രാധാന്യം. ഒരു വ്യക്തിയുടെ ആദ്യത്തെ എന്താണ് ഗുരു എന്ന് പറയുന്ന ആരാണ്? അമ്മയാണ്. അല്ലെ, അമ്മയാണ് ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്? പറഞ്ഞു കൊടുക്കുന്നത്, പഠിപ്പിക്കുന്നത്. അല്ലെ, നമ്മെ ആദ്യം വഴികാട്ടുന്നത് ആരാണ്? അമ്മയാണ്. അമ്മ എവിടെയാണുള്ളത്? ഫാമിലിയിലാണ്, കുടുംബത്തിലാണുള്ളത്. അപ്പൊ ആ കുട്ടിയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്? നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഫാമിലിയിലൂടെയാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്? സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അവൻ ചിന്തിക്കേണ്ട കാര്യങ്ങളും അതുപോലെ അവൻ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും എല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? സൊസൈറ്റിയിൽ നിന്നാണ്. സൊസൈറ്റിയിൽ അവൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. അല്ലെ, ഫാമിലിയിൽ കൂടെയാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും ആദ്യം മനസ്സിലാക്കുകയും അവൻ എവിടേക്ക് ഇറക്കി വിടുന്നു? സൊസൈറ്റിയിലോട്ട് ഇറക്കി വിടുന്നു. അപ്പൊ അവന്റെ വളർച്ചയുടെ ഒരു ഭൂരിഭാഗവും എവിടെയാണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ അയൽപക്കക്കാർ, അല്ലെങ്കിൽ നൈബർഹുഡ് എന്ന് പറയും. അയൽപക്കക്കാരുമായിട്ടും നമുക്ക് എന്തുണ്ട്? അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്കിപ്പോ പറയുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. എന്നിരുന്നാൽ പോലും നമുക്ക് തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ട് ബന്ധമില്ലേ? സംസാരിക്കാറില്ലേ? നമ്മെ കുറച്ചൊക്കെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഒരുപാട് പിയർ ഗ്രൂപ്പ്സ് ഒന്നും ഇതിൽ വരത്തില്ല. ഇതിൽ പറയുന്നത് എന്താണ്? റോൾ ഓഫ് ഫാമിലി ആൻഡ് നൈബർഹുഡ്. ഫാമിലിക്ക് എന്തോരം പ്രാധാന്യമുണ്ട്. ഫാമിലി എന്താണ്? നമ്മൾ വളരുന്നത് വരെ നമ്മളെ ഊർജം തന്ന ഒരു ചെടിക്ക് വളരാൻ വേണ്ടി എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്ന പോലെ നമ്മെ വളർത്തുന്നത് എവിടെയാണ്? ഫാമിലിയിൽ നിന്നാണ്. ഫാമിലിയിൽ നിന്ന് വളർത്തിയാണ് ഇവിടേക്ക് അച്ഛൻ, അമ്മ, അതുപോലെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ഗ്രാൻഡ്മ, ഗ്രാൻഡ്പ, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അവരിൽ നിന്നുള്ള നല്ല ആശയങ്ങൾ, അല്ലെ, നല്ല കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ലൈഫിൽ സ്വായത്തമാക്കും. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും നല്ല കാര്യങ്ങൾ. ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. അല്ലെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആര് പറഞ്ഞു തരും? പാരന്റ്സ് പറഞ്ഞു തരും, പപ്പയും അമ്മയും പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് റിലേറ്റീവ്സ് പറഞ്ഞു തരും. അല്ലെ, ഇതെല്ലാം എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. അല്ലെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്, തെറ്റ് ഏത്, ശരി ഏത്, അങ്ങനെ ചെയ്താൽ എങ്ങനെ, ഇങ്ങനെ ചെയ്താൽ എവിടെ എത്തും എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് പഠിക്കുന്നതും നമ്മൾ എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അപ്പോ കുടുംബത്തെ സാമൂഹികവൽക്കരണത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റിയിലെ ഫാമിലി തന്നെയാണ്. അല്ലെ, എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. ആ ഫാമിലിയിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ, നല്ല കാര്യങ്ങൾ പഠിച്ച കുട്ടിക്ക് മാത്രമേ സൊസൈറ്റിയിൽ നല്ലൊരു ഉത്തമ പൗരനായിട്ട് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. ഒരു സൊസൈറ്റിയിലും ഒരു ഉത്തമ പൗരനായിട്ട് ജീവിക്കണമെങ്കിൽ അവൻ ഒത്തിരി കാര്യങ്ങളോട് എന്തുണ്ട്? അവൻ കടപ്പെട്ടിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കടപ്പാടുള്ളത് എവിടെയാണ്? ഫാമിലിയിൽ നിന്നാണ്. അല്ലെ, ഫാമിലിയിലുള്ള നല്ല കാര്യങ്ങൾ, ചീത്തയായ അല്ല, നല്ല കാര്യങ്ങൾ, നമുക്ക് ചീത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? അല്ലെ, അമ്മ പറഞ്ഞു തരുന്നത് കേട്ടിട്ടില്ലേ? അല്ലെ, സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അമ്മ ചോദിക്കും, നീ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പഠിച്ചു എന്നൊക്കെ ചോദിക്കുന്നില്ല. അപ്പൊ ആ കുട്ടീനെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യുന്നത് ആര് തന്നെയാണ്? പാരന്റ്സ് തന്നെയാണ്. കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നു? അവനെ ഉയർത്തിക്കാട്ടുന്നതും അവന് വേണ്ട കാര്യം അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതും എവിടെ നിന്ന് തന്നെയാണ്? ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ കുടുംബത്തിന്റെ സാമൂഹ്യവൽക്കരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഫാമിലി തന്നെയാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഫാമിലിക്ക് വളരെയധികം പ്രാധാന്യം എവിടെയുണ്ട്? സൊസൈറ്റിയിൽ ഉണ്ട്. മനസ്സിലായല്ലോ? നൈബർഹുഡോ? അയൽപക്കക്കാർ നമ്മളെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനം ചെലുത്തുന്നുണ്ട്. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ കൺട്രോൾ ഈസ് എസെൻഷ്യലി മെയിൻറ്റെയിൻ ദ ഓൾഡ് സോഷ്യൽ ഓർഡർ. നോക്കിക്കേ, സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ ഫോർമൽ സോഷ്യൽ കൺട്രോൾ ഈസ് എസെൻഷ്യൽ മെയിൻറ്റെയിൻ. ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഓർഡർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ആണോ അല്ലയോ? അതെ. ഇപ്പൊ ട്രൂ ആണോ ഫാൾസ് ആണോ ചോദിച്ചാൽ എന്താണ്? ട്രൂ എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഓർഡർ ആണ് എന്ന് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം? നമ്മുടെ സൊസൈറ്റിയിലെ ഇവിടെ നിന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷനിൽ നിന്ന് മനസ്സിലാക്കാം. സോഷ്യൽ കൺട്രോൾ എന്ന് മനസ്സിലാക്കാം. അത് ട്രൂ ആണോ ഫാൾസ് ആണോ ചോദിച്ചാൽ ട്രൂ ആണ്.
മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പർപ്പസ് ഓഫ് ഡാഷ് ഈസ് എ റെഗുലേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദ ഗ്രൂപ്പ്. ശ്രദ്ധിച്ചിരിക്കുക, ദ പർപ്പസ് ഓഫ് ഡാഷ് ഈസ് എന്തിന്റെ ആവശ്യകതയാണ്? റെഗുലേറ്റ് ടു ദ ഇൻട്രസ്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് അല്ലെ? റെഗുലേറ്റ് ചെയ്യുന്നതും അതുപോലെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇൻഡിവിജ്വലിന്റെ ഗ്രൂപ്പിനെയൊക്കെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ഉദാഹരണം ഏതാണ്? നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യമാണ്, സോഷ്യൽ കൺട്രോൾ ആണ്. അടുത്ത് ഫാമിലി പ്ലേസ്. ശ്രദ്ധിച്ചിരിക്കുക, ഫാമിലി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ എ ചൈൽഡ് ഡെവലപ്മെന്റ്. ഒരു കുട്ടി വളരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഡാഷ് ഇട്ടിട്ടുണ്ട്. ഫാമിലി പ്ലേസ് എ എന്താണ്? ഡാഷ് റോൾ. ഡാഷ് റോൾ എന്ന് പറയുമ്പോൾ ക്രൂഷ്യൽ റോൾ. അവിടെ എഴുതാണ്ട് ഏതാണ്? ക്രൂഷ്യൽ റോൾ. ക്രൂഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് ആര് ചെയ്യുന്നത്? ഫാമിലി ചെയ്യുന്നത്. ക്രൂഷ്യൽ റോളാണ്. ക്രൂഷ്യൽ റോൾ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ്. മനസ്സിലായി? ഒരു ചൈൽഡിന്റെ ഗ്രോത്ത് അല്ലെ, അവന്റെ ഡെവലപ്മെന്റ്, ആ കുട്ടി വളരുന്നതനുസരിച്ച് കുഞ്ഞു പ്രായം മുതൽ അല്ലെ, കളറിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് മുതൽ ആദ്യമേ നമുക്കറിയാം, നമ്മെ പഠിപ്പിക്കുന്നത് അമ്മമാരാണ്. അമ്മമാർ നമ്മളോട് പറയും അത് ചെയ് അല്ലെ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നതിന് മുമ്പേ നമ്മെ ഓരോന്നും മനസ്സിലാക്കി തരും. ഇതാണ് ഒരു ഫസ്റ്റ് പ്ലേ റോൾ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ വീണും എഴുന്നേറ്റും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ഇതെല്ലാം നമ്മൾ ഗ്രോയിങ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്ന ആരാണ്? ഫാമിലിയിൽ നിന്നാണ് അല്ലെ. എസ്പെഷ്യലി നമുക്ക് കുറച്ചുകൂടെ റോൾ ആർക്ക് കൊടുക്കാം? നമ്മുടെ പാരന്റ്സ്, അമ്മയ്ക്കാണ് അല്ലെ. അതാ അവിടെ പറഞ്ഞ ചൈൽഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ചൈൽഡ് വളരുന്നത്? എങ്ങനെയാണ്? ഒരു ക്രൂഷ്യൽ റോളിലൂടെയാണ്. ക്രൂഷ്യൽ എന്ന് പറയുമ്പോൾ വളരെ നിർണായകപരമായ ഘട്ടത്തിലൂടെയാണ് ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്, ഒരു ചൈൽഡിന് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. മനസ്സിലായ? ഒരു ക്രൂഷ്യൽ റോളിലൂടെയാണ്. ക്ലിയർ അല്ലേ? അപ്പം എന്താണ്, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. നമ്മൾ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. ഫസ്റ്റ് നമ്മൾ നോക്കി എന്താണ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? സമൂഹത്തിലെ വ്യക്തികളെ കൺട്രോൾ ചെയ്യുന്നതാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. വ്യക്തികളുടെ പെരുമാറ്റത്തെയും അതുപോലെ തന്നെ ബിഹേവിയറിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം എന്താ പറയുന്നത്? അത് ഫോർമലും ആകാം ഇൻഫോർമലും ആകാം. ഇനി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ കൺട്രോളിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ സമൂഹത്തിലും എന്താണ്? ചില അംഗീകരിക്കപ്പെട്ട പെരുമാറ്റ രീതികളും മാനദണ്ഡങ്ങളും ഉണ്ട്. സമൂഹത്തിലെ അംഗങ്ങൾ എന്ത് ചെയ്യും? അനുസരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതാണ് നിയന്ത്രണം. അത് സമ്മർദ്ദമായിട്ടും അനുസരിപ്പിക്കാം, അല്ലെങ്കിൽ മനസ്സാലെ നമുക്ക് എന്ത് ചെയ്യാം? അനുസരിക്കാം അല്ലെ. ഇതിന്റെ വ്യാപ്തി എന്ന് പറയുമ്പോൾ എന്താണ്? വലുതാണ് അല്ലെ. സമൂഹത്തിൽ എന്താണ് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായ സമൂഹത്തിൽ എന്താണ്? വളരെ വലുതാണ്. ഇനി ഫോർമൽ എന്നും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഏതൊക്കെയാണ്? ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? വിശ്വാസം. നമുക്ക് വിശ്വാസത്തിലൂടെ ഒരാളെ നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? സോഷ്യൽ കൺട്രോൾ ഉണ്ടാക്കാം. ചെയ്തില്ല, അയാൾ എടുത്തിട്ടില്ല, അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതിലൂടെ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? സോഷ്യൽ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് പ്രതിഫലം. പ്രതിഫലം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പുഞ്ചിരി. ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഒരു ചിരി സമ്മാനിച്ചാൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സോഷ്യൽ ഒരു പ്രശംസ, തോളത്ത് തട്ടിയിട്ട് ആ നല്ലത് അല്ലെ, അല്ലെങ്കിൽ നീ ചെയ്ത നല്ല ഒരു ക്ലാപ്പ്, പ്രോത്സാഹനം, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സോഷ്യൽ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാം. ശിക്ഷിക്കാം അല്ലെ. ആ കുട്ടി ചെയ്യുന്ന തെറ്റാണെങ്കിൽ നമുക്ക് അതിന് ശിക്ഷയിലൂടെ, ആ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷ കൊടുക്കും, പിന്നെ അത് എന്ത് ചെയ്യില്ല? അത് റിപ്പീറ്റ് ചെയ്യില്ല. ജനങ്ങളുടെ രീതികള്, നാട്ടുനടപ്പ് രീതികള്, കലയും സാഹിത്യവും, സമ്പ്രദായങ്ങൾ, വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, പൊതുജന അഭിപ്രായം, സാമൂഹ്യ ആദർശങ്ങൾ, ഇതെല്ലാം എന്തിനു വരും? ഇൻഫോർമൽ ആണ്. ഫോർമൽ ആണെങ്കിൽ എന്ത് വരും? നിയമം വരും, പൗരന്റെ കടമ വരും, വിദ്യാഭ്യാസം വരും, ഭീഷണി വരും. പൗരൻ പറഞ്ഞിട്ട് വീണ്ടും കേൾക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഭീഷണിപ്പെടുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? സോഷ്യൽ കൺട്രോള് ഉണ്ടാക്കിയെടുക്കാം. ഫാമിലിയാണ് ഒരു ക്രൂഷ്യൽ റോൾ എന്ന് പറയുന്നത്. എന്തില്? സോഷ്യൽ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നല്ല പോലെ പഠിക്കുക. ആ ടെക്സ്റ്റ് തുറന്നു വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും? മനസ്സിലാക്കുക. എന്നും പറയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയം നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. എക്സാമിന്റെ തലേ ദിവസം നമ്മൾ ബുക്കെല്ലാം എടുത്തു വെച്ച് നോക്കാൻ നിന്നാൽ നമുക്കൊന്നും മനസ്സിലായില്ല. ഇത് ഓരോ ചാപ്റ്ററും നമ്മൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. ഒന്നും കാണാൻ സമയമില്ല എങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ പോകുക, നിങ്ങളുടെ ജോലികളിലോട്ട് പോകും. എനിക്കറിയാം ചിലപ്പോ കുഞ്ഞുങ്ങളുള്ളവർ കാണും, വർക്ക് ചെയ്യുന്നവർ കാണും അല്ലെ, പല മേഖലകളിലുള്ളവരായിരിക്കാം. അപ്പൊ നിങ്ങളുടെ തിരക്കൊക്കെ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് ഒന്ന് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്തിട്ടിട്ട് നിങ്ങളുടെ ജോലിയുള്ളൂ. അപ്പൊ അത് എവിടെയെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ കേൾക്കുന്നതിലൂടെ ഒരു കാര്യം 5 പ്രാവശ്യം, നമുക്കറിയാം ഒരു സോങ് നമ്മളൊരു 10 പ്രാവശ്യം കേട്ടാൽ ആ കേൾക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും? ആ പാട്ടിന്റെ ഒരു 10 വരി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു പാട്ട് പോലെ നിങ്ങൾ ഇതും ഒന്ന് എന്ത് ചെയ്യുക? കേട്ട് നോക്കുക.
അല്ലാതെ വേറൊരു വഴി നമുക്കില്ല. അവസാന സമയത്ത് നമ്മൾ കൊണ്ടുപോയി എല്ലാം കൂടെ നമ്മളൊരു പേടിക്കുന്ന ഒരവസ്ഥയിലോട്ട് മാറരുത്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം. ഇനി ഓഫ്ലൈനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളുടെ ക്യാമ്പസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. റീഗൽ ആത്മി കോളേജാണ്, നെയ്യാറ്റിൻകരയിലാണ്, വാമപുത്ര ബിൽഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങളുമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സമീപിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക. കമന്റ്സുകൾ കാണുന്ന കമന്റ്സിനൊക്കെ മാക്സിമം റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.